നിങ്ങളെ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും അബ്ദുൽ ലത്തീഫ് തന്നെയാണ്. അബ്ദുൽ ലത്തീഫിൻ്റെ ഇനീഷ്യലും മാറാൻ പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചിട്ട് ഇവിടെ എന്താ കാര്യം? നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം. ഞങ്ങളിങ്ങനെ ഒരുപാട് വിളി കേട്ട, ഞാൻ അന്ന് പറഞ്ഞല്ലോ മുജാഹിദ് പ്രസ്ഥാനം എന്തെല്ലാം വിളി കേട്ടിന്. അതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയിലുള്ള വിഷയമല്ല. അങ്ങനെ ആൾക്കാർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, പലതും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കും, പല പ്രകോപനങ്ങളുണ്ടാക്കും, ഇടയ്ക്ക് പ്രലോഭനം ഉണ്ടാക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. എന്താ അവരിങ്ങോട്ട് വിളിച്ച രൂപത്തിൽ കുറേ പേരൊക്കെ അങ്ങോട്ട് വിളിച്ചൂടെ? ഇതൊക്കെ കിട്ടാത്ത മുതലാ. അവിടെ മങ്കട കൂട്ടിൽ പോയാൽ കുറേ പേരിട്ടും വിളിച്ചു നോക്കാലോ. മറ്റേ ആൾ പിന്നെ വരുന്നത് ഞാൻ സംശയിച്ചിരുന്നു. കാരണം എന്താ പറയുക, ഈ സാധാരണ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിയോട് പറയുമ്പോൾ പഴമക്കാർ ചോദിക്കാറുണ്ട് കൊടുങ്ങല്ലൂർ നിന്നാണോ വരുന്നത്? ആ വഴിയാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. സ്വദേശം അവിടെയാണ്, ആ ഏരിയയിലാണേ. അവിടെ നിന്നാണ് കക്ഷി വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അതിലേറെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് മറുപടി പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവിടെ നന്നായി ബന്ധമുള്ള ആരെങ്കിലും വേണം. ആ ടൈപ്പ് നമ്മളെ കൂട്ടത്തിൽ ആരുമില്ല. പിന്നെ ജിന്ന് സിഹിർ പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മറുപടി പറയാനെന്ന വ്യാജേനയാണെങ്കിൽ പോലും വരാൻ നല്ലത് അടുത്ത കാലത്ത് മുസ്ലിയാർ പട്ടം കെട്ടിയിരിക്കുന്ന ആൾ തന്നെയാണ്. അതിലെന്താ സംശയം? കാരണം അവർക്കാണല്ലോ ഇത് ആവശ്യമുള്ളത്. ഇവിടെയുള്ള സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഇനി നടപ്പിലാക്കുവാൻ അവസരമുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിന്റെ കൂടെ കൂടിയാലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിവർ പറയുമെന്ന് നമ്മൾ നേരത്തെ പ്രവചിച്ചിരുന്നു. എങ്ങനെ അവർക്ക് പ്രവചിക്കാൻ പറ്റിയെന്നാണ് പിന്നെ അടുത്ത വിഷയം. എങ്ങനെ പ്രവചിക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ പ്രവചിക്കുമ്പോൾ അതിന് നമ്മൾ അന്ന് തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്ന തെളിവുകൾ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല ആൾക്കാരും മുസ്ലിയാർ പട്ടം കെട്ടി രംഗത്ത് വന്നത്. ഇവിടെ വന്ന മുസ്ലിയാരോ തന്നെയാണ് അവസ്ഥ. ഞാൻ മുസ്ലിയാരാണോ മൗലവിയാണോ? ചില നോട്ടീസിൽ മുസ്ലിയാർ എന്ന് കാണുന്നുണ്ട്, ചില നോട്ടീസിൽ മൗലവി എന്ന് കാണുന്നുണ്ട്. ഈ വെറുതെ ഒരു കാണുവാറില്ല, നമ്മളെ വിഷയമല്ല. അയാൾ മുസ്ലിയാരായാലും വേണ്ടില്ല, മൗലവി ആയാലും വേണ്ടില്ല. ഇവിടെ നേരത്തെ ഒരു ബസ് കണ്ടക്ടർ ഒന്നുമില്ല ഒരു 5-6 മാസം മുമ്പ്. നമുക്ക് അവിടെ ആരാ സംസാരിക്കുന്നത് ഇവിടെ വിഷയമല്ല, അതിവിടെ വിഷയമല്ല. ആ സംഘടിപ്പിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ ലേബലിലാണ് എങ്കിൽ ആ പ്രസ്ഥാനത്തോടെ നമ്മൾ മറുപടി വരേണ്ടത്. അത് AP അബ്ദുൽ ഖാദർ മൗലവി വന്ന് സംസാരിച്ചാലും ഇവിടെ ഈ കേവലം ഇവിടെ വന്ന മൊയിലേര് വന്ന് പ്രസംഗിച്ചാലും നമുക്ക് കണക്കാ, ആരും നല്ല വിഷയമേ അല്ല. അതുകൊണ്ട് നമ്മൾ ബസ് കണ്ടക്ടറോട് മറുപടി പറഞ്ഞു. അവസാനം പോയല്ലോ, കിട്ടിയ ബസ്സിന് കയറി പോയാലും. അങ്ങനെ ഓരോരുത്തർ പല ടീമും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഒരു 10 തവണകൾ വന്നു അതുകൊണ്ട് പ്രശ്നം തീരുന്നുണ്ടോ? ഞങ്ങൾ ഏതായിരുന്നാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ഈ തിരുത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടാനൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളെ കൊണ്ട് ഈ മണ്ണിൽ മൂക്ക് കൊണ്ട് വരപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, അതാണ് നിങ്ങളുടെ പരിപാടി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാരുടെ ആദർശം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്ന ഒരു ടീം അള്ളാന്റെ കുരുത്തും പൊരുത്തും കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ടാണ് വലിയ വായിൽ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുറഹിമാൻ സലഫിക്ക് ഒരു ഉദ്ഘാടന ഭാഷണം, ഒരു പ്രത്യേക ഇഷ്യൂവിൽ ഒരു ഉദ്ഘാടന ഭാഷണം, അതും വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില വിഷയങ്ങൾ സംസാരിച്ച് ഒരു 10-25 മിനിറ്റിൽ ഒതുക്കി തൽക്കാലം ഇന്നാൾ സംസാരിച്ചോളൂ രക്ഷപ്പെടേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രം നാളെ വേറെ സ്ഥലത്ത് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നാലെ നമ്മളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇതിൽ പ്രത്യേകം എന്താണോ, ഇത് ഓരോ സ്ഥലത്ത് സംസാരിച്ച് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമ്പോഴേക്ക് പുതിയ പുതിയ സാധനങ്ങൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. കൊണ്ടോട്ടിൽ സംസാരിച്ചപ്പോൾ നമുക്ക് പ്രധാനമായി ഒന്ന് കിട്ടിയത് ഷംസുദ്ദീൻ പാലത്തിനെയും KK സക്കരിയ സുലാഹിയെയും പിന്നെ ഡോക്ടർ സുബൈറിനെയായിരുന്നു. അത് കഴിഞ്ഞ് പുളിക്കലേക്ക് എത്തിയപ്പോഴേക്ക് നമ്മുടെ ബഹുമാനായ ഹാരിസ് ബിൻ സലീമിനെ കൂടി കിട്ടി. ഇപ്പോൾ നമുക്ക് കുറച്ചധികം കിട്ടിയത് ബഹുമാനിയായ എടവണ്ണ ജമീല ടീച്ചറെയാണ്. പക്ഷെ അല്ല ക്ലിപ്പിംഗ് നിങ്ങൾക്ക് നേരെ കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇനി ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ പലതും കിട്ടാനുണ്ട്. എന്തുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഈ വിഷയത്തിൽ എവിടെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് ഈ ടീമിന്റെ നിലപാട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ. എനിക്ക് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താം, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം? ജിന്ന് സിഹിറി വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താണ്? ഇവിടെ അബ്ദുറഹിമാൻ സലഫി പുകമറ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒന്നാമത്തെ സംഗതി ജിന്നിനെ നിഷേധിക്കുന്നു, ശൈത്വാനെ നിഷേധിക്കുന്നു എന്നാണ്. ഞാൻ അന്നും ഈ വിഷയം സംസാരിച്ചിരുന്നു. ജിന്നിനെയോ പിശാചിനെയോ നിഷേധിച്ചു എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്തു ന്യായമാണുള്ളത്? ഒരു പുതിയ വാദഗതിയാണ്. ജിന്നിനെ നിഷേധിക്കുന്നു. എവിടെയാണ് ജിന്നെ നിഷേധിച്ചത്? ഇവിടെ
മറ്റേ ആള് 60 ഹദീസ് നിഷേധിച്ച CD ആയിട്ട് വരാന്ന് പറഞ്ഞു. അവർ 60 ക്ലിപ്പിംഗ് ചുരുങ്ങിയതുണ്ടാവും. അതിലുള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി കുത്തിക്കയറ്റിയിട്ട് എത്ര ഉണ്ടായിരുന്നു? എത്ര ഹദീസ് നിഷേധിച്ചാണ് ഇപ്പോൾ കണ്ടത്? അതുപോലെ തന്നെയാണ് ഈ ടീം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജിന്നിനെ നിഷേധിക്കുന്നു, പിശാചിനെ നിഷേധിക്കുന്നു എന്നാണ് പുതിയ വാദം. ജിന്നുവർഗത്തെ നമ്മളേതായാലും നിഷേധിച്ചിട്ടില്ല. ആരെങ്കിലും നിഷേധിച്ചവർ ആ കൂട്ടത്തിൽ ഉണ്ടോയെന്ന് എനിക്കേറ്റ അറിയില്ല. അതിന് പഠിച്ചോ, ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, ഈ ആരെങ്കിലും കൂടെ കിടന്ന് പരിചയമാകുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഓരോ വിഷയങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ആ കൂട്ടത്തിൽ ഇനിയും പരിധി നോക്കണം. നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ എന്തായിരുന്നാലും ജിന്നിനെയും സിഹിറിനെയും പിന്നെ എന്തില്ല ജിന്നിനെയും പിശാചിനെയും നിഷേധിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ ഇദ്ദേഹം ഇത് നിഷേധിക്കുന്നു വരുത്തി തീർക്കാൻ പിന്നെ ചെയ്യുന്ന പണി എന്താ? ജിന്നി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ എന്നാണ് സലാം സുലമി വിശദീകരിച്ചതെന്നാണ്. നിങ്ങൾ ഓതി വെച്ച ഏതെങ്കിലും ആയത്തിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ ജിന്ന് എന്ന പദം എവിടെയെങ്കിലും ഉദ്ധരിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് ബാക്ടീരിയ എന്ന അർത്ഥം അബ്ദുസലാം സുലമി പറഞ്ഞത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തിപ്പോകും. പറ്റുമോ? അബ്ദുറഹ്മാൻ സലഫി 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ കണ്ണട പ്രസംഗം നടന്ന ആളല്ലേ? 6 മിനിറ്റ് വേണ്ട ഞാൻ ഈ പറഞ്ഞതിന് മറുപടി തരാം. പറ്റുമോ? ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി. ഈ ആയത്താണ് നിങ്ങൾ സാൽവേഷൻ ഓതിയത്. അത് തന്നെയാണ് ഇവിടെയും ഓതാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളാണ്. ഖുർആനിൽ ജിന്ന് എന്നുള്ള പേരിൽ അധ്യായം തന്നെ ഉണ്ട്. ഓ, പുതിയ സംഭവമാണേ, അത്ഭുതം. ആരും ഇത് അറിഞ്ഞിട്ടില്ല, ആരും ഇത് കണ്ടിട്ടില്ല. ഖുർആനിൽ ജിന്ന് എന്നുള്ള അധ്യായം മാത്രമല്ല, ജിന്നു വർഗത്തെക്കുറിച്ച് നന്നായി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ പല വേദികളിലും സംസാരിച്ച വിഷയമാണല്ലോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാകുന്നു എന്ന ഈ സന്ദേശം കേരളക്കരയിൽ എത്ര തവണ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെയുള്ള ആളുകളും നമ്മളും ഒക്കെ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ജിന്ന് എന്നൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, അതിനെ തന്നെ നിഷേധിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ള ആ ഒരു വളഞ്ഞ തൻ്റെ ആണല്ലോ എവിടെ നിന്ന് കിട്ടിയതാ? അതെവിടെ നിന്ന് കിട്ടിയതാ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ജിന്ന് എന്ന പദം ഖുർആനിലോ ഹദീസിലോ വന്നിടത്ത് അബ്ദുസലാം സുലമി അല്ല, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആ പദത്തിന്, ജിന്ന് എന്ന പദത്തിന് ബാക്ടീരിയ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. ഈ പുളിക്കലങ്ങാടിൽ വന്നിട്ട് ഇത്ര വലിയ കളവുകൾ പ്രചരിപ്പിക്കേണ്ടി വന്നു, പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറുണ്ടോ? ഇത് വിഷയത്തിന്റെ മർമ്മത്തെ തെറ്റിക്കുവാൻ വേണ്ടി മാത്രമാണ്, വേറെ യാതൊരു കാര്യവും ഇതിലില്ല. ജിന്ന് എന്നുള്ള വിഭാഗത്തെ നിഷേധിക്കുന്നു. ആര് നിഷേധിച്ചു? എവിടെ നിഷേധിച്ചു? അബ്ദുസലാം സുലൈമി നിഷേധിച്ചോ? ഇത് നമ്മുടെ ഭാഗത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ നിഷേധിച്ചോ? ഇങ്ങനെയുള്ള ഇല്ലാത്ത വാദങ്ങൾ, ഇതാണ് പണ്ട് നമ്മളെ സമസ്തക്കാർ ചെയ്തിരുന്ന പണി. നമുക്കില്ലാത്ത വാദങ്ങൾ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് അതിന് മറുപടി പറയാം. അതേ പണിയാണ് ചെയ്തത്. നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക. ജിന്നില്ല എന്നൊരു വാദം നമുക്കുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ജിന്നുണ്ട് എന്ന് മറുപടി പറയേണ്ടേ ഉള്ളൂ. പിശാജില്ല എന്നൊരു വാദം നമുക്കുണ്ടോ? ഉണ്ടെങ്കിലല്ലേ നമ്മൾ പിശാജ് ഉണ്ട് എന്ന് മറുപടി പറയേണ്ടേ ഉള്ളൂ. അതേപോലെ പിശാജിനെ കുറിച്ച് കൊതുകെന്ന് പറഞ്ഞു. പിശാചിനെ കുറിച്ച് കൊതുകെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ഒരു പദത്തിന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെയുള്ള പദങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതിന് സമാനമായ അല്ലെങ്കിൽ അതേപോലെയുള്ള പദങ്ങൾ ഒരു അബ്ദുസലാം സുലമി മാത്രം പറഞ്ഞതാണെങ്കിൽ ആലോചിക്കായിരുന്നു. അപ്പുറത്തൊരു സുല്ലമിയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അപ്പുറത്തുള്ള സുല്ലമിയുടെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇവിടെ വായിച്ചു കളിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നേരം വേണ്ട. അത് കരിമ്പുലാക്കൻ തന്നെ കുട്ടിയാണല്ലോ, അവിടെ നമ്മളെ കേൾക്കേണ്ടതില്ല. ചിലപ്പോഴൊക്കെ ചില കുട്ടികൾ പറഞ്ഞു കേൾക്കണം നല്ലതാ.